നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഖത്തർ വിമാന സർവീസ് പ്രവാസികൾക്ക് ആശ്വാസകരമായ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഈ മാസം 18 മുതൽ യിൽ നിന്ന് ഖത്തറിലേക്ക് വിമാന സർവീസ് തുടങ്ങുമെന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷാർജയിൽ നിന്ന് ദോഹയിലേക്കാണ് സർവീസുകൾ ഉണ്ടാവുക. എയർ അറേബ്യയുടെ ആദ്യ യാത്രാ വിമാനം തിങ്കളാഴ്ച പുറപ്പെടും. ദിവസവും സർവീസ് ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ എയർ അറേബ്യ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഖത്തർ സർവീസുകളും 18 തുടങ്ങുവാനിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഖത്തറുമായുള്ള വ്യാപാരം, ഗതാഗതം പുനരാരംഭിക്കുമെന്ന് വിദേശകാര്യ സഹമന്ത്രി ഡോക്ടർ അൻവർ ഹർഗാഷ് നേരത്തെ അറിയിച്ചിരുന്നു. ക്കെതിരെ ഖത്തർ നൽകിയ കേസുകൾ പിൻവലിച്ചതായും വെർച്വൽ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. നയതന്ത്ര കാര്യാലയങ്ങൾ തുറക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ അതിവേഗ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. അൽ ഉല കരാർ യാഥാർത്ഥ്യമാക്കുന്നതിന് പരിപൂർണ്ണ പിന്തുണയും സഹകരണ മനോഭാവവുമാണ് ക്ക് ഉണ്ടായിരുന്നത്. ഒപ്പം ഉൾപ്പെടെയുള്ള സൗദി, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവയ്ക്ക് വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രശ്നപരിഹാരത്തിനായി പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഏത് പ്രതിസന്ധിയെയും പോലെ ഖത്തർ പ്രതിസന്ധിയിലും ചില പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എളുപ്പമാണ്, എന്നാൽ ചിലതിന് കൂടുതൽ സമയമെടുക്കും. വ്യാപാരം, ഗതാഗതം, നിക്ഷേപം, സമുദ്ര ഗതാഗതം എന്നിവ പുനരാരംഭിക്കുന്നതെല്ലാം എളുപ്പമുള്ള കാര്യങ്ങളാണ് എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ വിശ്വാസവും ആത്മവിശ്വാസവും വളർത്തിയെടുക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇതുവരെ സംഭവിച്ച നഷ്ടങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു അവലോകനം നടത്തേണ്ടതുണ്ട് എന്നും മന്ത്രി പറഞ്ഞു വെച്ചു. ഖത്തറിൽ ഇപ്പോഴുള്ള തുർക്കി സൈന്യത്തിന്റെ സാന്നിധ്യം അറബ് ലോകത്തെ ഇറാന്റെ സാന്നിധ്യം പോലെയാണ്. അറബ് പരമാധികാരത്തെ ബഹുമാനിക്കുന്ന രാജ്യമായി തുർക്കിയെ കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.